മുസ്തഫ, ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. ഈ ഷെറിന് ജയിൽ മോചനം കൊടുക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ രേഖ മിനിറ്റ്സ് അടക്കം താങ്കൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണിക്കാൻ പറ്റുമോ? നടക്കില്ല, നടക്കാത്ത കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് രേഖ ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, സർക്കാർ അത് കാണിക്കില്ല. ഒരു മാധ്യമ പ്രവർത്തകരെയും അത് പരിശോധിക്കാൻ അനുവദിക്കാത്ത വിധം രഹസ്യാത്മക ലിങ്കുകളിലാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ റൂട്ട് മന്ത്രി പറയണം. എം പി രാജേഷ് പറഞ്ഞാലേ നമുക്ക് പോയി നോക്കാൻ പറ്റൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വെല്ലുവിളി, ചാമക്കാരുടെ വെല്ലുവിളി, ജ്യോതികുമാറിന്റെ വെല്ലുവിളി, നിങ്ങളുടെ വെല്ലുവിളി, നമ്മൾ ഈ ചർച്ച എന്ന് പറയുന്നത് വാദിച്ച് ജയിക്കാനും തോൽപ്പിക്കാനൊന്നും അല്ലല്ലോ, പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യപരമാകും, കുറച്ചുകൂടി സംവാദാത്മകമാകും. നിങ്ങളിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വെല്ലുവിളി എന്ന് ജ്യോതികുമാറിന്റെ വക വരിക, നിങ്ങളുടെ വക വരിക, ഇതൊക്കെയാണ് ജനാധിപത്യ വിരുദ്ധം. നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറാണ്. എന്നിട്ട് എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ സൂചിപ്പിക്കും, അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ അതോടെ വെള്ളരിക്കാൻ പറ്റണമെന്നല്ല ഇത്. ശരി, മാധ്യമങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും, പ്രതിപക്ഷത്തിൽ നോക്കാൻ വേണ്ടി കഴിയും. പക്ഷെ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളില്ലേ, ഇത്തരം ചില വിവാദങ്ങൾ, വിഷയങ്ങൾ, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എത്ര ദിവസം CPM-നെ സംബന്ധിച്ച് ഇതിൽ ഒഫൻഡഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളത് ശരി. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തെക്കുറിച്ചാണ്. ഇതേ ഗണേഷ് കുമാർ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന അയാളുടെ കാലത്തും ആ മന്ത്രിസഭയുടെ കാലത്തും അന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ കാലത്തും ഈ അവിഹിതമായ പരിഗണന ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണമുണ്ട്. അത് വസ്തുതയാണ്. നിങ്ങൾ എന്തിനാണ് ഒഫൻഡഡ് ആവുന്നത്? നിങ്ങൾക്ക് ഈ രേഖകൾ മുഴുവൻ പുറത്തേക്ക് ഇട്ടാൽ മതി. ആരുടെയൊക്കെ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്, ഇവർക്ക് മാത്രമായി പ്രത്യേക പരിഗണന ലഭിച്ചോ എന്നൊക്കെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾ ഈ വല്ലാതെ ഒറ്റപ്പെടുന്നാണെന്ന് ശ്രമിക്കേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഈ LDF ഗവൺമെന്റിന്റെ ഭാഗമാണ്. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗമാണ് അദ്ദേഹം. അതുകൊണ്ട് CPM വേറെ, ഗണേഷ് കുമാർ വേറെ എന്നൊന്നുമില്ല. ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ അതും LDF പരിശോധിക്കും. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെയൊക്കെ ആർജവം കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഗണേഷ് കുമാറിന് തെറ്റുപറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവിഹിത ഇടപെടൽ നടത്തുന്നത് സർക്കാർ പരിശോധിച്ചാൽ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഞാൻ മടങ്ങിയത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങ് പൂർത്തിയായിക്കോളൂ, കുഴപ്പമില്ല. എന്നാൽ അങ്ങ് പറയൂ, അങ്ങ് പൂർത്തിയാക്കിക്കൊണ്ട് പറയൂ. മറ്റാരുടെയെങ്കിലും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നോ? മറ്റാരുടെയെങ്കിലും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു? അല്ല, അങ്ങ് പറഞ്ഞു, അങ്ങ് കൺക്ലൂഡ് ചെയ്തോളൂ. മറ്റാരുടെയും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു? അല്ല, VP മുസ്തഫ, അങ്ങനെ മുഷിയരുത്. ഞാൻ ചോദിക്കുന്നത് ചോദ്യം, മറ്റാരുടെയെങ്കിലും അപേക്ഷ ഷെറിനോടൊപ്പം അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു അങ്ങേക്ക് പറയാം. സർക്കാർ മാനദണ്ഡം പാലിച്ചാണ് നടപ്പാക്കിയെങ്കിൽ അങ്ങേക്ക് പറയാം ഈ ഷെറിനോടൊപ്പം മറ്റപേക്ഷ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു, ഇവരുടെ മാത്രം പരിഗണിച്ചു, അങ്ങ് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം ചോദിക്കുകയും ഞാൻ ആ കാര്യം പറയുകയും, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതൊക്കെ അപേക്ഷകൾ പരിഗണിച്ചു, ആരൊക്കെ വിട്ടു, ഏതൊക്കെ അപേക്ഷകൾ, ഏതൊക്കെ ശുപാർശകൾ ജയിച്ചു സമിതികളിൽ വന്നു, പരിഗണിക്കാതിരുന്നു, ഇതെല്ലാം ഞാൻ പരാമർശിച്ചതാണ്. ഇത് താങ്കൾ കേട്ടതാണ്. എന്നിട്ടും ഈ രണ്ടാം റൗണ്ടിൽ വീണ്ടും അത് ചോദിക്കുന്നതിന്റെ കാര്യം എന്താ? താങ്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലോ, ഞാൻ വിശദീകരിക്കാത്തതുകൊണ്ടല്ലോ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളത് ജനങ്ങൾ അറിയുന്നതിന് ശ്രീ VP മുസ്തഫ, ഇതിലങ്ങ് മുഷിയേണ്ട ഒരു കാര്യവുമില്ല. നോക്കൂ, ഇതിനു മുമ്പ് ഇതുപോലെ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ വന്നത് ആർക്ക് വേണ്ടിയാണ്? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ശുപാർശ വന്നു, അത് വാർത്തയാക്കി, സർക്കാർ അത് പിൻവലിച്ചു. അങ്ങനെ ശുപാർശ നൽകിയ ജയിൽ ഉദ്യോഗസ്ഥരെതിരെ നടപടിയും സ്വീകരിച്ചു. അങ്ങനെ സർക്കാർ ചെയ്തു, അതൊക്കെ വസ്തുതയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഷെറിനോടൊപ്പം മറ്റേതെങ്കിലും അപേക്ഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുപാർശ സർക്കാരിന് മുമ്പിൽ വന്നിരുന്ന എന്ന ചോദ്യം മാത്രമാണ് എന്റെ. ഞാൻ അത് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ പഴയ കേസ് സൂചിപ്പിച്ചതുകൊണ്ട് താങ്കളോട് ഞാൻ മറ്റൊരു പേര് പറയട്ടെ. ഡേവിഡ് ഡാനിയൽ എന്ന് പറയുന്ന പേര് അറിയോ താങ്കൾക്ക്? അറിയോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? 1987 BSNL ഉദ്യോഗസ്ഥനായിരുന്ന യോഹന്നാൻ ജോർജ് കുട്ടിയെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. ആ കേസിൽ 1991 നെയ്യാറ്റിൻകര കോടതി 2 വർഷം തടവിനെ ശിക്ഷിക്കുന്നു. പക്ഷെ അദ്ദേഹം ജയിലിലേക്ക് കയറുന്നില്ല. 26 വർഷം അദ്ദേഹം ഒളിവിൽ പോകുന്നു. 26ാമത്തെ വർഷം അദ്ദേഹം 2011-11 കാലത്ത് UDF ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുന്നു. 26 വർഷമായി എന്നെ പിടികൂടാൻ പോലീസിന് പറ്റിയിട്ടില്ല, ഞാൻ ജയിലിൽ പോയിട്ടില്ല. പക്ഷെ 2 വർഷം എനിക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 91-ൽ ഗവൺമെന്റ് കഴിയണം. UDF ഗവൺമെന്റ് അത് പരിഗണിക്കുന്നു. എന്നിട്ട് 1 ലക്ഷം രൂപ വിളവാങ്ങിച്ചിട്ട് ഇദ്ദേഹം ജയിലിൽ പോകാതെ ഇറങ്ങിപ്പോ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്.
ഒരു മര്യാദയും പാലിക്കാതെ, ഒരു ചട്ടവും പാലിക്കാതെ അങ്ങനെയൊക്കെയുള്ള നടപടികൾ എടുത്ത ഡേവിഡ് ലാലി എന്ന് പറയുന്ന പവർ ബ്രോക്കറാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഈ തടവ് ശിക്ഷ അനുവദിക്കാതെ പുറത്തുവിട്ടിട്ട് അന്നത്തെ UDF ഗവൺമെന്റ് അവരുടെ കാലത്ത് വ്യവസായ വകുപ്പ് നടത്തിയിട്ടുള്ള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അതിന്റെ 2ഉം 3ഉം പതിപ്പുകളിൽ പ്രധാനപ്പെട്ട ആളായിട്ട് കൊണ്ടുവന്നു ഷാരോൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിൽ. ഇതൊക്കെ വളരെ പഴയ